exploring travel and food. ഇന്ന് നമ്മുടെ ഫാമിലിയിലൊരു വിശേഷ ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പനൊന്ന് തൊഴാമെന്ന് വിചാരിച്ചാണ് ഗുരുവായൂർ പോയത്. തിങ്കളാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ വെക്കേഷനെല്ലാം കഴിഞ്ഞതുകൊണ്ടും സ്കൂളൊക്കെ തുറന്നുകൊണ്ടായിരിക്കും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്കറിയാം, അവിടെ ക്യൂ ഒന്നുമില്ല. വളരെ സമാധാനത്തോടു കൂടി അവിടെ തൊഴാൻ പറ്റി. ഇപ്പോൾ ഗുരുവായൂർ നമ്മൾക്കറിയാം, പുതിയ കവാടം എല്ലാം മാറ്റിയിട്ടുണ്ട്. എപ്പോഴത്തെയും പോലെ ഓഡിറ്റോറിയത്തിൽ ഡാൻസ് പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. അത് കുറച്ച് നേരം നിന്ന് കണ്ടു. അതിനുശേഷം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കലായിരുന്നു. കാരണം തൊഴുത് ഇറങ്ങിയപ്പോഴേക്കും 1 മണി ഏകദേശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരിൽ നിന്ന് തന്നെ ഒരു പുതിയ റെസ്റ്റോറൻറ്റ്, പഴയടം രുചി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പഴയടം രുചി ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ തെക്കേ നടയിലാണ് ഈ പഴയടം രുചി വരുന്നത്. പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസിലാണ് അത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഇവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ യോഗാ ദിനം എല്ലാം ഈ അടുത്തായിരുന്നത് കൊണ്ട് തന്നെ യോഗ സംബന്ധമായിട്ടുള്ള കുറേ പ്രോഗ്രാംസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. കുറേ സ്കൂളിൽ നിന്നുള്ള പിള്ളേരെല്ലാം വന്ന് നല്ല രീതിയിലുള്ള പ്രകടനങ്ങളാണ് അവിടെ കാഴ്ചവെച്ചത്. അപ്പം അതും കണ്ട് നമ്മൾ പഴയടം ഹോട്ടൽ ലക്ഷ്യമാക്കി നീങ്ങി. മിക്ക സമയങ്ങളിലും അവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഒന്നാമത്തെ കാര്യം പാർക്കിംഗ് ആണ്. ഇപ്രാവശ്യം എന്തോ ഭാഗ്യത്തിന് ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം കൊണ്ട് നമുക്ക് പാർക്കിംഗ് കിട്ടി. അതിനുശേഷം നമ്മളിനി റെസ്റ്റോറൻറ്റിലെ തിരക്കെന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്രാവശ്യം നമ്മൾ സദ്യ കഴിക്കാമെന്ന് വിചാരിച്ചാണ് കയറിയത്. കഴിഞ്ഞ പ്രാവശ്യം ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അന്ന് സാധാരണ മീൽസാണ് കഴിച്ചത്. ഒരു പായസം 160 രൂപയാണ് ചാർജ് ചെയ്തത്. ആദ്യം തന്നെ നമ്മൾ ടോക്കൺ എടുക്കണം ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ സദ്യക്ക് ടോക്കൺ എടുത്തു കഴിഞ്ഞപ്പോൾ വേറൊരു റൂമിലാണ് സദ്യ കഴിക്കുന്ന ആളുകളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി. അവിടെ ഓൾറെഡി ഇലയിലെല്ലാം കറികളെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു പ്രത്യേകത, നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും അവർ കറികളാണെങ്കിലും ചോറാണെങ്കിലും പപ്പടമാണെങ്കിലും പഴമാണെങ്കിലും പായസം വരെ എത്ര പ്രാവശ്യം വേണമെങ്കിലും തരും. ഇവിടുത്തെ പായസം എന്ന് പറഞ്ഞൊരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ നമുക്ക് സദ്യക്ക് ഉള്ള ഓൾമോസ്റ്റ് എല്ലാ കറികളും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ രസം ഒരിത്തിരി എരിവുള്ള ടൈപ്പ് രസമാണ്. ഇവിടെ ഒരു പ്രത്യേകത, ഞാൻ സാധാരണ റൈസാണ് ആദ്യം ഇട്ടത്. പക്ഷേ എനിക്ക് വൈറ്റ് റൈസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതവർ മാറ്റി വൈറ്റ് റൈസ് തന്നു. അതൊരു നല്ല സർവീസായിട്ട് തോന്നി. പരിപ്പും നെയ്യും ആദ്യം തരും. പിന്നെ സാമ്പാർ, രസം, മോര് കറി, ഇതെല്ലാമാണ് ഒഴിച്ച് കഴിക്കാനായിട്ടുള്ളത്. പിന്നെ പാലട പായസവും അതിൻ്റെ ഒപ്പം ഇന്ന് വിളമ്പിയത് ശർക്കരയുടെ ആയിരുന്നു. പായസം അടിപൊളി പായസം, ഒരു രക്ഷയില്ല. നമുക്ക് എത്ര വേണമെങ്കിലും അവർ ചോദിച്ചാൽ തരും. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വയറ് നിറഞ്ഞ് നമ്മൾ വേറെ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ആനക്കോട്ടയാണ് ഓർമ്മ വന്നത്. അപ്പം എന്നാൽ പിന്നെ ആനക്കോട്ടയിൽ പോകാം, അവിടെ ഒന്ന് നടക്കുകയും ചെയ്യാമല്ലോ. ഭക്ഷണം കഴിഞ്ഞിരിക്കുന്ന സമയമല്ലേ, ആനകളെല്ലാം കാണാൻ പിള്ളേർക്ക് ഇഷ്ടമാവുന്നു. പക്ഷേ ഇവിടുത്തെ പാർക്കിംഗ് ഫീ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഒരു വിഷമം തോന്നിയത്. അമ്പലത്തിൽ പോലും 30 രൂപ മേടിക്കുമ്പോൾ ഇവിടെ ഒരു അരമണിക്കൂറായിരിക്കും നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അതിന് 50 രൂപ മേടിച്ചത് കുറച്ച് അക്രമമായി പോയി എന്ന് എനിക്ക് തോന്നി. മഴ കാലമാണ്, പക്ഷേ എന്തോ ഭാഗ്യത്തിന് മഴ ഉണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തു. 20 രൂപയാണ് ഒരാൾക്ക് ആനക്കോട്ടയിലേക്ക് കയറാനുള്ള ടിക്കറ്റ്. അവിടെ നല്ലൊരു പച്ചപ്പായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു കാലമായതുകൊണ്ട്, മഴക്കാലമായതുകൊണ്ട് തന്നെ, ജൂൺ മാസമായതുകൊണ്ട് നല്ലൊരു പച്ചപ്പായിരുന്നു. ആനകൾ, കുറേ ആനകളെ കാണണമെങ്കിൽ കർക്കിടക മാസത്തിൽ വരണം. ആ സമയത്താണ് ഇവിടെ ആനകൾക്കൊക്കെ ഉള്ള നമ്മുടെ സുഖചികിത്സ നടക്കുന്നത്. എന്നാലും കുറേ ആനകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റി. അത് പിള്ളേർക്കും നല്ല സന്തോഷമായി. ഇവിടെ നിന്ന് നമ്മൾ നേരെ തൃശ്ശൂർ വടക്കുംനാഥൻ ക്ഷേത്രത്തിൽ പോയി തൊഴുത് അതിനുശേഷം എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതൊരു ചെറിയൊരു വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. താങ്ക് യു.